വോട്ട് ചോരിയിലെ കോൺഗ്രസ് ആരോപണങ്ങൾക്കിടെ ഇതാ രാഹുൽ ഗാന്ധി വീണ്ടും മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തും. നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലടക്കം ക്രമക്കേടുകൾ സൂചിപ്പിക്കുന്ന വിവരങ്ങൾ രാഹുൽ ഗാന്ധി പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനപ്പെട്ട മണ്ഡലത്തെ സംബന്ധിച്ച് ഹൈഡ്രജൻ ബോംബ് പൊട്ടാനുണ്ട് എന്നായിരുന്നു രാഹുൽ നേരത്തെ ഒരു റാലിയിലൊക്കെ പറഞ്ഞത്. അതിന് ആ ഹൈഡ്രജൻ ബോംബാണോ പറയാനിരിക്കുന്നതെന്നാണ് എല്ലാവരും കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേർന്നുണ്ട്. ബാലഗോപാൽ, രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് അത് പൊട്ടാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. എന്തൊക്കെ സൂചനകളാണ് കിട്ടുന്നത്? ഏതൊക്കെ ഇടങ്ങളിലെ ക്രമക്കേടുകൾ എന്നതാണ് രാഹുൽ ഗാന്ധി ആരോപിക്കാൻ സാധ്യത? ബാലഗോപാൽ, അല്പസമയത്തിനുള്ളിൽ തന്നെ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നതായിരിക്കും. വാർത്താ സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. രാഹുൽ ഗാന്ധിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കോൺഗ്രസിൻ്റെ പുതിയ ദേശീയ ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുന്നതിനായി ഇവിടെ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. രാജ്യാന്തര മാധ്യമങ്ങൾ ഉൾപ്പെടെ, ദേശീയ മാധ്യമങ്ങൾ, രാജ്യാന്തര മാധ്യമങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങളുടെ ഒരു വലിയ കൂട്ടം തന്നെ ഇവിടെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് ഉണ്ട്. രാഹുൽ ഗാന്ധി എന്താണ് പറയാൻ വേണ്ടി പോകുന്നതെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ബീഹാറിൽ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പറഞ്ഞത് ഒരു ഹൈഡ്രജൻ ബോംബ്, ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു ഹൈഡ്രജൻ ബോംബ് ഉടൻ തന്നെ പൊട്ടും എന്നായിരുന്നു. നേരത്തെ ഈ ബാംഗ്ലൂരിലെ സെൻട്രൽ ബാംഗ്ലൂർ കോൺസ്റ്റിറ്റ്യുവൻസിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഒരു ആറ്റം ബോംബാണെങ്കിൽ ഒരു ഹൈഡ്രജൻ ബോംബ് ഉടൻ പൊട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഹൈഡ്രജൻ ബോംബാണോ രാഹുൽ ഗാന്ധി അല്പസമയത്തിനുള്ളിൽ എനിക്ക് പിന്നിൽ കാണുന്ന ഈ പോഡിയത്തിലിരുന്ന് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കോൺഗ്രസ് നേതാക്കളുമൊക്കെയായി രാവിലെ സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന സൂചനകളനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ലോക്സഭാ മണ്ഡലമായ വാരണാസി, ഗുജറാത്തിലെ ചില നിയമസഭാ മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിൽ നടന്ന ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഇവിടെ പറയാൻ വേണ്ടി പോകുന്നതെന്ന സൂചനകളാണ് അവർ നൽകുന്നത്. ഇപ്പോൾ ഈ പോഡിയത്തിന് പിന്നിലുള്ള സ്ക്രീനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ബോർഡാണുള്ളതെങ്കിൽ ഞങ്ങൾ രാവിലെ ഇവിടെ വരുമ്പോൾ കാണുന്നത് ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ആ സ്ക്രീനിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിശദീകരിക്കുന്നതിനാണ് രാഹുൽ ഗാന്ധി ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നതെന്ന് വേണം എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കാരണം 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ സ്ക്രീനിൽ ഉണ്ടായിരുന്നത് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനു പുറമെ നേരത്തെ രാഹുൽ ഗാന്ധി നടത്തിയിരുന്ന വാർത്താ സമ്മേളനത്തിന് സമാനമായ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഈ ഒരുക്കിയിട്ടുള്ളത്. അതിൽ ഈ പോഡിയത്തിൽ രാഹുൽ ഗാന്ധിക്ക് മാത്രം ഇരിക്കുന്നതിനുള്ള ഒരു സീറ്റ് മാത്രമാണ് ഉള്ളത്. സമാനമായ തരത്തിൽ തന്നെയായിരുന്നു മുമ്പ് വാർത്താ സമ്മേളനം നടത്തിയിരുന്ന സമയത്തും കോൺഗ്രസ് ഈ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. അതേ ക്രമീകരണങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇത്തവണ വാർത്താ സമ്മേളനത്തിന് വേണ്ടി ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, അതായത് രാവിലെ പലരുമായും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വളരെ വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കാൻ വേണ്ടി പോകുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറികളുടെ വ്യാപ്തി വളരെ വലുതാണ്. ആ അട്ടിമറികളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ രാഹുൽ ഗാന്ധി വെറും ഈ ഉണ്ടയില്ല വെടിയല്ല വയ്ക്കുന്നത്, മറിച്ച് കണക്കുകൾ, ഡേറ്റകൾ, വസ്തുതകൾ നിരത്തിയുള്ള ഒരു വിശദീകരണമായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുക എന്നാണ് പറയുന്നത്. വാരണാസി മണ്ഡലം നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിക്കുമ്പോൾ ആദ്യ റൗണ്ടിലൊക്കെ ഈ പ്രധാനമന്ത്രി പിന്നിലായിരുന്നു. പിന്നീടായിരുന്നു പ്രധാനമന്ത്രിക്ക് ഒരു ലീഡ് ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി പറയാൻ വേണ്ടി പോകുന്നത് വാരണാസി ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണോ എന്നത് വളരെ കൗതുകകരമായ അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഗുജറാത്തിൽ സമാനമായ തരത്തിൽ നടന്ന ചില അട്ടിമറികളെ സംബന്ധിച്ചുള്ള കാര്യവും അദ്ദേഹം വിശദീകരിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിൻ്റെ മുൻനിരയിൽ കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ തന്നെ ഇവിടെ മാധ്യമ വിഭാഗത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന പവൻ കേര ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയിരുന്നു. അവർ ഈ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഇന്ന് രാത്രിയോടുകൂടി ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. നാളെ രാഹുൽ ഗാന്ധി വയനാട്ടിലാണ് ഉള്ളത്. അതിനു മുമ്പാണ് വളരെ സുപ്രധാനമായ ഈ വാർത്താ സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത്. കൃത്യം 10 മണിക്ക് ആരംഭിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ
ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വരവിനായി കാത്തിരിക്കുകയാണ്. ഈ ഒന്നുകൂടി നമുക്ക് സൂം ചെയ്താൽ കാണാം. ഖുറേഷി പറഞ്ഞത് ഇത് രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതായിരുന്നു എന്നൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ആദ്യ ഘട്ടത്തിലെ ആറ്റം ബോംബ് അത് പൊട്ടിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെല്ലാം തള്ളിക്കളയുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ അതിൽ അന്വേഷണം നടത്തണമായിരുന്നു എന്നാണ് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ പറയുന്നത്. ഇപ്പോൾ ഇന്ന് പറയുന്ന ഈ വിവരങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ കഴിഞ്ഞ സംഭവത്തിലുണ്ടായ അതേ സമീപനത്തിൽ തന്നെയാണോ സാധ്യത? രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുന്ന നിലപാടുകളെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ വിമർശനങ്ങളും മറ്റും ഉയർന്നിട്ടുണ്ട്. കാരണം രാഹുൽ ഗാന്ധി ഈ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി അല്ലെങ്കിൽ വ്യക്തമായ കൃത്യമായ ഒരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ് എന്ന അഭിപ്രായം മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരൊക്കെ അഭിപ്രായപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ രാഹുൽ ഗാന്ധി രേഖാമൂലമുള്ള ഈ ഏതെങ്കിലും തരത്തിലുള്ള രേഖകളും അല്ലെങ്കിൽ പരാതിയോ നൽകാത്തതിനാൽ തന്നെ സത്യവാങ്മൂലം നൽകാത്തതിനാൽ ഈ അന്വേഷണം പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിൻ്റെ ആ നിലപാടിനെതിരെ വ്യാപകമായ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കിടയിലാണ് രാഹുൽ ഗാന്ധി തൻ്റെ രണ്ടാമത്തെ ആരോപണം ഇപ്പോൾ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ആറ്റം ബോംബല്ല, ആറ്റം ബോംബിനേക്കാളും വലിയ പ്രഹരശേഷിയുള്ള ഒരു ഹൈഡ്രജൻ ബോംബാണ് പൊട്ടുമെന്നാണ് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഇന്ന് രാവിലെ സംസാരിക്കുമ്പോഴും ആ ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രഹരശേഷി ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ പക്കലുള്ള തെളിവുകൾ എന്തൊക്കെയാണ് എന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ അതിനുള്ള ആ വിശദീകരണങ്ങൾ വ്യക്തമാക്കുന്നതിന് ഉള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പിന്നിലൊരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ വേണ്ടി പോകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഞാൻ ഒന്നുകൂടി ഈ പറയാം. ആ കാണുന്ന വാതിലിലൂടെയാണ് രാഹുൽ ഗാന്ധി അല്പസമയത്തിനുള്ളിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഹാളിലേക്ക് വരേണ്ടത്. അവിടെ രാഹുൽ ഗാന്ധിയുടെ വരവ് കാത്ത് കോൺഗ്രസിൻ്റെ മാധ്യമ വിഭാഗത്തിലെ പല നേതാക്കളും ഇതിനോടൊപ്പം തന്നെ കാത്തു നിൽപ്പുന്നുണ്ട്. നേരത്തെ KC വേണുഗോപാൽ അവിടെ എത്തിയിരുന്നു. ദൃശ്യങ്ങളിൽ കാണാൻ പവൻ കേര ഈ ഹാളിലേക്ക് കടന്നു വരുന്നുണ്ട്. പവൻ കേരയ്ക്ക് പിന്നാലെ കോൺഗ്രസിൻ്റെ മാധ്യമ വിഭാഗത്തിലെ പലരും പല മുതിർന്ന ആൾക്കാരും ഈ ഹാളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് കരുതപ്പെടുന്നത്.